Dear students, so far we discussed about alcohols, their preparation. Now moving towards the properties of alcohols. First one, acidity of alcohols. What is meant by acidity? Acidity is the ability to release H plus ions. It is the ability to release H plus ions. And you know, these alcohols are feebly acidic. അവരുടെ ആസിഡിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ബട്ട് they show acidic behavior in the presence of metals like sodium, potassium, magnesium, etc. So we can write the equation as ROH plus Na gives RO minus Na plus half H2. Here hydrogen is replaced, that is H plus is replaced from ROH. So here we can say ROH is an acid. It replaced the H plus ion and converted into RO minus Na plus. That is, hydrogen is released here. So it shows acidic character. അതായത് ആൽക്കഹോളിലുള്ള എച്ച് പ്ലസ് ആയിട്ട് റിലീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എച്ച് പ്ലസ് ആയിട്ട് റിലീസ് ചെയ്യപ്പെട്ടു. സോ ഇറ്റ് ഈസ് ആസിഡ്. ദിസ് വിൽ ഒക്കർ ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് സ്ട്രോങ് മെറ്റൽസ് ലൈക്ക് സോഡിയം, പൊട്ടാസ്യം, എക്സെട്ര. ഫോർ എക്സാമ്പിൾ 2CH3CH2OH plus 2Na gives, ഈ എച്ച് ഇവിടുന്ന് പോയി, അപ്പോൾ 2 എച്ച് പോകുമ്പോൾ നമുക്ക് H2 എന്ന് എഴുതാം. ആൻഡ് 2ONA വരും. ദാറ്റ് ഈസ് സോഡിയം ഇതോക്സൈഡ് ഫോം ചെയ്തു. That alcohols are acidic, that can release H plus ions. Now we can check what is the explanation of acidity, how they become acidic. For that, consider the bonding. The functional group is OH, oxygen hydrogen bonding, and you know it's a polar bond because the combining atoms have different electronegativity. Oxygen is more electronegative than hydrogen. So എന്ത് സംഭവിക്കും? ഓക്സിജൻ ഈ ഷെയർഡ് ഇലക്ട്രോൺ പെയറിനെ കുറച്ചുകൂടി തന്നിലേക്ക് അടുപ്പിക്കും അല്ലേ? ഇറ്റ് അട്രാക്ട് ചെയ്യും. സോ ഇറ്റ് ഡെവലപ്സ് എ ഡെൽറ്റ നെഗറ്റീവ് ചാർജ് ആൻഡ് ഹൈഡ്രജൻ വിൽ ഗെറ്റ് എ ഡെൽറ്റ പോസിറ്റീവ് ചാർജ്. ദാറ്റ് മീൻസ് ദിസ് ബോണ്ട് ബിക്കം പോളാർ. ദ ബോണ്ട് ഈസ് പോളാർ. അങ്ങനെ പോളാർ ആവുമ്പോൾ എച്ച് പ്ലസിനെ അത് ലിബറേറ്റ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ, ഡെൽറ്റ. അപ്പോൾ എച്ച് പ്ലസിനെ ലിബറേറ്റ് ചെയ്താൽ അത് RO മൈനസും എച്ച് പ്ലസും ആയിട്ട് മാറും. അതാണ് അതിൻ്റെ അസിഡിറ്റിക്ക് കാരണം. സോ ഇറ്റ് ക്യാൻ റിലീസ് എച്ച് പ്ലസ്. അതെങ്ങനെയാണ്? ഓക്സിജൻ ഈ ഇലക്ട്രോൺ പെയറിനെ അട്രാക്ട് ചെയ്ത് ഫുൾ ഇതിലേക്ക് എടുക്കുമ്പോൾ എച്ച് പ്ലസ് ആയിട്ട് പോകും. ബട്ട് യു നോ, ഇനി നമുക്ക് പറയേണ്ടത് വൈ ഇറ്റ് ഈസ് ഫീബ്ലി അസിഡിക്. എന്തുകൊണ്ടാണ് ഇത് ഫീബ്ലി അസിഡിക് ആയത്? Here oxygen is attached to an alkyl group, and we know alkyl group have plus I effect. In the plus I effect, electron donating inductive effect. So this R group can donate electrons to oxygen through plus I effect. So what will happen? The electron density on oxygen increase ചെയ്യും. ഓക്സിജനിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. അപ്പോൾ പിന്നെ ഓക്സിജന് ഈ ഹൈഡ്രജനിലുള്ള ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല അല്ലേ? അപ്പോൾ ദാറ്റ് ദ OH ബോണ്ട് ബിക്കം ലെസ് പോളാർ. കുറച്ച് മാത്രമേ പൊളാരിറ്റി വരുന്നുള്ളൂ. അതുകൊണ്ട് എച്ചിന് എച്ച് പ്ലസ് ആയിട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് പ്ലസ് ഐ ഇഫക്റ്റ് എക്സൈറ്റഡ് ബൈ ദി ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഓക്സിജൻ കുറച്ചുകൂടി ഇലക്ട്രോൺ ഇവിടുന്ന് കിട്ടുന്നത് കാരണം ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് ലെസ് പോളാറായി മാറും. അതുകൊണ്ടാണ് ഇത് ഫീബ്ലി അസിഡിക് എന്ന് പറയുന്നത്, ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദിസ് ആൽക്കൈൽ ഗ്രൂപ്പ്. Now we can check the order of acidity of primary, secondary and tertiary alcohols. What is the order? And just we can check some example. CH3CH2OH, it is a primary alcohol. CH3 twice CH2OH. So here നമുക്ക് ഇവിടെ CH2 വേണ്ട കേട്ടോ. CH3 CHOH ആണ് വിചാരിക്കും. Okay, so it is a secondary alcohol and it is a tertiary alcohol. Now we want to compare the acidity. ഇവിടെ നോക്കൂ, ഈ CH3 ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും, പ്ലസ് ഐ എഫക്റ്റ് ഇവിടെ ഓക്സിജന് കിട്ടും. ഇവിടെ നോക്കൂ, 2 CH3 ഗ്രൂപ്പ് ഉണ്ട്. ഈ CHന് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ വീണ്ടും ഓക്സിജനിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. ഇവിടെ ഓക്സിജനിലെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഹയർ ആയിരിക്കും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്, ലെസ്സർ ദ പൊളാരിറ്റി. അതായത് ഇവിടുന്ന് എല്ലാവരും ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാണ് ഓക്സിജന്. അപ്പോൾ ഈ ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിൻ്റെ ആവശ്യമില്ല. ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിന് എത്രത്തോളം ആവശ്യം വരുന്നു എന്നതിനനുസരിച്ചിട്ടാണ് എച്ച് പ്ലസ് ആയി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടാവുന്നത്. സോ ഹയർ ദ ആൽക്കൈൽ ഗ്രൂപ്പ്സ്, ലെസ്സർ ദ പൊളാരിറ്റി. സോ ലെസ്സർ വിൽ ബി ദ അസിഡിറ്റി. So what will be the order?
പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി. അപ്പോൾ ആൽക്കഹോളിൽ പ്രൈമറി ആൽക്കഹോളാണ് കൂടുതൽ സ്റ്റേബിൾ ആവുക, ബിക്കോസ് ലെസ്സർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. ഗ്രേറ്റർ ദ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്, ലെസ്സർ ദ polarity of OH group, lesser will be the acidity. So the order is primary greater than secondary greater than tertiary. And you know, this acidity of alcohols are lesser than that of water. വാട്ടറിനേക്കാൾ അസിഡിറ്റി കുറവാണ് ആൽക്കഹോൾസിൻ്റെ. ഫോർ എക്സാമ്പിൾ സോഡിയം ആൽക്കോക്സൈഡ് എടുക്കണം, RONA. അത് വാട്ടറായിട്ട് റെഡിലി റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ആൽക്കഹോളും സോഡിയം ഹൈഡ്രോക്സൈഡും ഉണ്ടായി. ഇവിടെ എന്താ സംഭവിച്ചത്? സോഡിയം ആൽക്കോക്സൈഡ് ഇവിടുന്ന് വാട്ടർ H+ ആയിട്ട് റിലീസ് ചെയ്തു അല്ലേ, H+ഉം OH-. RO- ഈ H+നെ അബ്സ്ട്രാക്ട് ചെയ്ത് ROH ആയി മാറി, NaOH ആയി മാറി. അത് വാട്ടറാണ് H+നെ റിലീസ് ചെയ്യുന്നത്. സോ വാട്ടർ ഈസ് മോർ അസിഡിക് ദാൻ ആൽക്കഹോൾസ്. അസിഡിറ്റി ഓഫ് ആൽക്കഹോൾസ് ആർ ലെസ് ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. വാട്ടർ ഈസ് മോർ അസിഡിക് ദാൻ ദിസ് ആൽക്കഹോൾസ്. And you know, RO- Na ആണ് മോർ ബേസ്. ഇറ്റ് ഈസ് മോർ ബേസിക് ദാൻ NaOH. NaOHനേക്കാൾ ബേസിക്സിറ്റി കൂടുതലാണ് RO-ന്, Na+ന്. So sodium alkoxides are more basic than sodium hydroxide. Alcohols are less acidic than water. Next we want to study haloform reaction. It's a very important reaction. That is the character reaction of aldehydes and ketones in which CO group is attached to a CH3 group. CO ഗ്രൂപ്പിൻ്റെ അടുത്ത് ഒരു CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആണ് ഇത്തരം റിയാക്ഷൻസ് തരുന്നത്. For these, aldehydes and ketones containing COCH3 groups are oxidized by halogen and alkali, that is chlorine NaOH, bromine NaOH, iodine NaOH. So when these things are reacted with this chlorine NaOH, that is halogen and alkali, they will form haloforms. Have general formula CHX3, and this is haloform, and these type of reactions are termed as haloform reactions. That is aldehyde like acetaldehyde and all ketones in which the carbonyl group is attached to a CH3 group are oxidized by halogen and alkali to form haloform having formula CHX3, and that is termed as haloform reaction. And you know, if you are using iodine and alkali, the product is iodoform, and that is termed as the iodoform test, the important test, iodoform test. Now we can check the example. We have RCOCH3 is a ketone, 3X2 plus 4NaOH gives RCOONA, that is sodium salt of an acid of the parent element containing one carbon atom less than the parent. ഈ പാരൻറ്റുള്ള ഈ CH3 ഇവിടുന്ന് ഡിറ്റാച്ച് ചെയ്ത് പോയിട്ടാണ് CHX3. ഇതാണ് നമ്മുടെ ഹാലോഫോം എന്ന് പറയുന്ന ആൾ. അപ്പോൾ എന്താ കിട്ടുന്നത്? when these aldehydes and ketones containing COCH3 group that are oxidized by halogen in presence of alkali to form haloform and sodium salt of the parent containing one carbon atom less than the parent. So this is the equation. So just we can check one example. RCOCH3 HCOCH, that is acetaldehyde, treated with chlorine and NaOH to form sodium formate plus CHCl3, that is the ക്ലോറോഫോം. ദിസ് ഈസ് ക്ലോറോഫോം. ക്ലോറിൻ ആയതുകൊണ്ട് നമ്മളതിനെ ക്ലോറോഫോം എന്ന് പറയുന്നു. സോ ഇത്തരം റിയാക്ഷൻ തന്നെയാണ് എന്ന് പറയുന്നത് ഹാലോഫോം റിയാക്ഷൻ എന്ന് പറയാം. ഹാലോഫോം ഉണ്ടാവുന്ന റിയാക്ഷനാണ് ഹാലോഫോം റിയാക്ഷൻ. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് കണ്ടെയ്നിങ് COCH3 when treated with bromine in presence of an alkali, chlorine in presence of alkali, or iodine in presence of alkali. And you know, this haloform reaction is answered by two types of compounds. RCOCH3 ഉള്ളവർ, അതായത് നോക്കൂ, ഇങ്ങനെ ഈ COCH3 ഗ്രൂപ്പ് ഉള്ളവരാണ് തരിക. ആൻഡ് ഓൾസോ RCHCOCH3, ഇതാണ് നമ്മളുടെ ആൽക്കഹോൾസ് അല്ലേ. ഈ CHCOCH3നെ നമ്മൾ ഓക്സിഡൈസ് ചെയ്താൽ അത് COCH3 ആയി മാറും. അപ്പോൾ ഇതിനെ ആദ്യം ഓക്സിഡൈസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഈ ഹാലോഫോം റിയാക്ഷൻ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ പറ്റും. സോ ദ ഹാലോഫോം റിയാക്ഷൻ ക്യാൻ ബി ആൻസേർഡ് ബൈ ബോത്ത് ദീസ് ഗ്രൂപ്പ്. ആ COCH3 വെച്ചിട്ടും ആ CHOHCH3 വെച്ചിട്ടും നമുക്ക് ഈ റിയാക്ഷൻ കിട്ടും. അതുകൊണ്ട് ആൽക്കഹോൾസും എന്ത് തരും? ഹാലോഫോം റിയാക്ഷൻ തരും. അപ്പോൾ ആൽക്കഹോൾസിനെ നമ്മൾ ആദ്യം കറസ്പോണ്ടിങ് ആൽഡിഹൈഡോ കീറ്റോണോ ആക്കി മാറ്റും, ദെൻ അത് ഐഡോഫോം ടെസ്റ്റ് തരും. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
ഹാലോഫോം ടെസ്റ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നോക്കൂ, CS3 CH2OH എത്തനോൾ എടുത്തു. അതിനെ അയഡിൻ ഇൻ പ്രസൻസ് ഓഫ് ആൽക്കലി ചെയ്തപ്പോൾ എത്തനോൾ എന്നുള്ളത് അസറ്റാൾഡിഹൈഡായി മാറി. ആ അസറ്റാൾഡിഹൈഡ് വീണ്ടും അയഡിനും NaOH ആയിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ നോക്കൂ അയഡോഫോം കിട്ടി. സോ ആൾഡിഹൈഡും കീറ്റോൺസും മാത്രമല്ല ആൽക്കഹോൾസിനെ നമ്മൾ ഈ CS3CO എന്നുള്ള ടേമിലേക്ക് ആക്കാൻ പറ്റുമെങ്കിൽ അത്തരം ആൽക്കഹോൾസും എന്ത് തരുന്നുണ്ട്, അയഡോഫോം ടെസ്റ്റ് അല്ലെങ്കിൽ ഹാലോഫോം റിയാക്ഷൻസ് തരുന്നുണ്ട്. Now we can check what is meant by iodoform test. We already discussed a haloform reaction in which halogen and the alkali is used for the preparation of haloform. If iodine and alkali are used, haloform form should be iodoform. Okay. So such test is termed as iodoform test to identify compounds having structure RCOCH3 or RCHOHCH3. So the compounds of this type of structure can treated with the iodine and sodium hydroxide to form yellow product iodoform, that is CHI3. If there is such an yellow product, we can say the group containing or the compound containing RCOCH3 or RCHOHCH3 group. So this iodoform test can be used to identify compounds having the structures RCOCH3 or CHOHCH3. That is iodoform test. The formed alloform is iodoform. So we can identify the presence of CS3CO group, CS3CHOH group, etc. Next, reaction of alcohols with the halogen acids. Alcohols react with the halogen acids to form alkyl halides with water. ROH plus HF gives alkyl halide, and the reactivity order is HCl less than HBr less than HI. HI is more reactive. And in the case of alcohols, the reactivity order is primary less than secondary less than tertiary. Then the primary and secondary needs heating, then only the product will form, and the tertiary can undergo the reaction in the room temperature itself. So alcohols react with halogen acids to form alkyl halides. Let us check one example. CS3CH2OH plus HCl anhydrous zinc chloride, CS3CH2Cl is formed. In order to for a reaction with HBr, we can use a mixture of sodium bromide and concentrated H2SO4 because they occurs in situ preparation of HBr. HBr അപ്പോൾ നമ്മൾ റിയാക്ഷൻ മിക്സറിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് NaBrഉം കോൺസെൻട്രേറ്റഡ് H2SO4 യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മിക്സർ എടുക്കുമ്പോൾ ദാറ്റ് വിൽ പ്രൊഡ്യൂസ് HBr and we have the product CS3CH2CH2Br plus H2O. So alcohols react with the halogen acids to form alkyl halides, and this is the basis for distinction between primary, secondary and tertiary alcohols, that is the Lucas test. Now the distinction between primary, secondary and tertiary alcohols. We can distinguish these alcohols by using a test termed as Lucas test. Lucas reagent is a mixture of concentrated HCl and anhydrous zinc chloride. When an alcohol react with these Lucas reagent, alkyl halide will be the major product. And the reactivity order is primary less than secondary less than tertiary. So the secondary and tertiary directly with this Lucas reagent even at room temperature. Secondary and primary react with Lucas reagent even at room temperature. And the formation of this alkyl halide can be identified by the cloudiness in the reaction mixture. That means we can see a turbidity. നമുക്കൊരു ടർബിഡിറ്റി ഉണ്ടായിരിക്കും, ഇൻസോലിബിളായി കിടക്കുമ്പോൾ ഒരു ടർബിഡിറ്റി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ദർ ഇസ് ഒക്കെ ഫോർമേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. സോ in this section, that is we are dealing with Lucas test, that is in order to distinguish between primary, secondary and tertiary alcohols, we can use Lucas test. The Lucas reagent is concentrated HCl plus anhydrous zinc chloride. Secondary and tertiary alcohols readily react with this Lucas reagent and forms turbidity. Turbidity indicates the formation of insoluble alkyl halide. So we can see that a tertiary alcohol produces turbidity immediately. So when a tertiary alcohol like this react with Lucas reagent HCl anhydrous zinc chloride, the corresponding alkyl halide will form and it forms a turbidity in the reaction mixture.
A secondary alcohol produces turbidity only in about 5 minutes. That is, the rate of reaction for a secondary alcohol is less, so it will react slowly, but it can form the product. So there occurs turbidity only within 5 minutes. Then a primary will not produce turbidity at room temperature. At room temperature, a primary alcohol will not react with the Lucas reagent. So Lucas reagent is a reagent used to distinguish primary, secondary and tertiary alcohols. Lucas reagent is concentrated HCl and anhydrous zinc chloride, and the product is alkyl halide, and the formation can be identified by noting a turbidity in the reaction mixture. Secondary will react fastly, and the tertiary will react fastly. Secondary will react only with a time, that is, the reaction will occur only after 5 minutes, and a primary will not give the reaction under normal room temperature. So we can distinguish primary, secondary and tertiary alcohols.